ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്തതും നിരപരാധികളായ സാധാരണക്കാരെ കൊന്നൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധമുഖത്ത് മാന്യത കാണിക്കണമെന്ന് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. ശത്രുപക്ഷത്തെ പൂജാരി, സന്യാസി, പാതിരിമാർ തുടങ്ങി ആത്മീയ നേതൃത്വങ്ങൾ അവരുടെ മേൽ കൈവെക്കരുതെന്ന് അനുയായികളെ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സ്ത്രീകളെ, കുട്ടികളെ, വൃദ്ധന്മാരെ ഒരു കാരണവശാലും അവരെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുതെന്ന് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങളും അപ്രകാരമാണ് സൈന്യത്തോട് ഉണർത്തിയിട്ടുള്ളത്. ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വാൾ കൊടുത്തതിന് ശേഷം മുത്തുനബി പറഞ്ഞു, ഈ വാളിന്റെ മാന്യത നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന്. മഹാനവറുകൾ യുദ്ധമുഖത്ത് ഇറങ്ങിയപ്പോ ശത്രുപക്ഷത്തിന് നേരെ അതിശക്തമായ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ശത്രു സൈന്യത്തെ അദ്ദേഹത്തിന്റെ കണ്ണിലുടക്കി. അയാൾ മുസ്ലിം സൈന്യത്തോട് അതിശക്തമായി പടപൊരുതുകയാണ്. ധീരനും വീരനും പോരാളിയുമായിരുന്ന മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അയാൾക്കെതിരെ തിരിഞ്ഞു. അവർ രണ്ടുപേരും പോർക്കളത്തിൽ അതിശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ വാൾ ശത്രുവിന്റെ കഴുത്തിന് നേരെ ഓങ്ങി. അങ്ങനെ ആ ശത്രു നിലം പതിച്ചപ്പോൾ, തല ഉടലിൽ നിന്ന് വേർപിരിയുമെന്നായപ്പോൾ അറിയാതെ പേടികൊണ്ട് ആ ശത്രുവിന്റെ മുഖാവരണം അഴിഞ്ഞുപോയി. അപ്പോഴാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു അറിയുന്നത് ഇതൊരു പുരുഷനല്ല, സ്ത്രീയായിരുന്നുവെന്ന്. ഉടനെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അവളുടെ കഴുത്തിൽ നിന്ന് തന്റെ വാൾ മാറ്റിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം അവളിൽ നിന്ന് വിട്ടകന്നു. പക്ഷേ അതൊരു വെറും പെണ്ണല്ല, വേഷപ്രചന്നനായി പോർക്കളത്തിലിറങ്ങിയ ധീരതയുള്ള പെണ്ണായിരുന്നു. അവളായിരുന്നു അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയത്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു അവളെ തൊട്ട് പിന്തിരിഞ്ഞപ്പോ പിന്നീട് ഒരു ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു പെണ്ണിനെ കൊന്ന് മുത്തുനബിയുടെ വാൾ കളങ്കപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു. യുദ്ധക്കളത്തിലിറങ്ങിയ പെണ്ണിനെ പോലും ആക്രമിക്കാതെ വിടുന്ന പാരമ്പര്യമായിരുന്നു മുസ്ലിമീങ്ങൾക്കുള്ളത്. പിന്നെ എങ്ങനെയാണ് സാധാരണക്കാരെ, സിവിലിയന്മാരെ ആക്രമിക്കാൻ കഴിയുക? അത് ഇസ്ലാമിക പാരമ്പര്യമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പഠിപ്പിച്ച യുദ്ധമര്യാദകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും ഇസ്ലാമിന്റെ സൗന്ദര്യവും. സാധാരണക്കാരോടും സിവിലിയന്മാരോടും അത് ശത്രുപക്ഷത്താണെങ്കിൽ പോലും എങ്ങനെ പെരുമാറണമെന്നുള്ളത്, അതിന്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ കൂട്ടത്തിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.